ഗൈസ്, ഞങ്ങൾ ബുക്ക് റാപ്പ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. ബിക്കോസ് തേജു ഇസ് ഗോയിങ് ടു സ്കൂൾ വിത്തിൻ എ വീക്ക്. കവർ ചെയ്യാനുള്ള ബുക്ക് ഷെൽഫിൽ നിന്ന് എടുക്കാൻ പറഞ്ഞിട്ട് പോലും മടിച്ചിയായിരിക്കുന്ന 4th സ്റ്റാൻഡേർഡിലോട്ട് പോകാൻ പോകുന്ന എൻ്റെ കുട്ടിയാണിത്. ലുക്ക്, പോണ്ടേ സ്കൂളില്? ഓ, വലിയ കാര്യമായി പോയി. ഓ, ഓർഡർ പോലെ. ഗൈസ്, ഇതാണ് തേജ് കുട്ടിയുടെ ബാഗ്. നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ബാഗാണ്. എല്ലാ വർഷവും ബാഗ് വാങ്ങിക്കണം. അപ്പോൾ എന്തിനാ ഒരുപാട് പൈസയുടെ ബാഗ്? എത്ര രൂപ ഇപ്പം ഒരു 500, 600, 700 റേഞ്ചുള്ള ബാഗ് വാങ്ങിച്ചാലും 1000 വാങ്ങിച്ചാലും ഇപ്പം അങ്ങനെ ബാഗൊന്നും അങ്ങനെ പെട്ടെന്ന് പോവുകയൊന്നും ചെയ്യുന്നില്ല. സിബൊക്കെ അങ്ങനെ തന്നെ. തേജുവിൻ്റെ മുന്നത്തെ 2 വർഷത്തെ ബാഗ് അങ്ങനെ തന്നെ നല്ല രസമായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ കുട്ടികളുടെ ഒരു മനസ്സറിഞ്ഞിട്ട് ഒരു പുതിയ ബാഗ് വാങ്ങിച്ചു, പേരിൽ നിന്ന് മാത്രം. അതാണ് തേജുവിൻ്റെ ബാഗ്. ഇതാണ് തേജുവിൻ്റെ അംബ്രേല. ഇത് തേജുവിൻ്റെ സാൻഡക്ക്. മറ്റേ ഇത് ഇപ്പോൾ പോയി സൈസ് എൻ്റെ സൈസായി. ഇതാണ് തേജുക്കുട്ടിയുടെ സാൻഡക്ക്. ഷൂസ് വേറെ ഉണ്ട്, അത് ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ ഉണ്ട്. ആണെങ്കിൽ എനിക്ക് ഇടാം. പിന്നെ ഇത് കണ്ടോ, ഇതാണ് തേജുവിൻ്റെ ലഞ്ച് ബാഗ്. നല്ല രസമല്ലേ? നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഗാണ്. ഇതും ഭയങ്കര കോസ്റ്റൊന്നും ആയിട്ടില്ല. ഇതിൽ നമുക്ക് ലഞ്ച് മാത്രം വയ്ക്കാം. തേജുവിന് ലഞ്ച് ബാഗൊക്കെ സ്കൂളിൽ കൊണ്ടുപോകണം ഭയങ്കര മടിയാണ്. പക്ഷെ ഇതിൽ നമുക്ക് കൊണ്ടുപോകാം. ബാഗിൻ്റെ ഇൻസൈഡ് ഇത് വെക്കാം. ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ലഞ്ച് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ ലീക്കായി ബുക്സൊക്കെ കേടായിപ്പോവും. പിന്നെ സ്മെല്ല് വരും, ബാഗ് പെട്ടെന്ന് മോശമാവും. അപ്പോൾ ഓക്കെ, ദാറ്റ്സ് ഓൾ. പിന്നെ ഞങ്ങൾ അറിയാതെ ഒരു സാധനം ഇതിനകത്ത് പെട്ടുപോയി. ഇതിൻ്റെ ബില്ലടിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇതൊരു എന്താണിത്? റെയിൻ കോട്ടാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ബുക്ക് റാപ്പ് ചെയ്തിട്ട് വരാം. കഴിഞ്ഞ വർഷത്തെ നോട്ട്ബുക്സ് ആണ് ആരെയും പറയണം. ഇത് ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യാം അതിനുള്ള വലിയ റാപ്പാണ്. ഇതാകുമ്പോൾ നോട്ട്ബുക്സ് ഇവൾക്ക് സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന നോട്ട്ബുക്ക് ഭയങ്കര ചേർക്കാം. എല്ലാവരും എങ്ങനെ കവർ ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. ഞാനിതുപോലെ സ്റ്റിക്കറുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയും. എന്തിനാ മാത്സ് എന്നാ ഇതൊക്കെ ഉണ്ടോ ഫോർത്തില് ഓരോരോ ബുക്കായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് കാണാം. ടെക്സ്റ്റ് ബുക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ നോട്ട്ബുക്സ് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്കാണ്. ഇതെന്തെങ്കിലും ഉണ്ടാവും. അത് നിങ്ങൾക്ക് സ്കൂൾ തുറന്നതിൻ്റെ സ്കൂളിൽ ബുക്സൊക്കെ ഇങ്ങനെ കാവിക അങ്ങനത്തെ ടൈപ്പാണ്.
കൊണ്ടുവരുന്നത് ഡിസംബർ ഫുൾ നോട്ട്ബുക്ക് അത് തന്നെയാണ്. പിന്നെ അടിയിൽ ഒരു ഡ്രോയിങ് ബുക്ക് ഇതുണ്ട്. ഇഷ്ടം നമ്മളിങ്ങനെ ബുക്ക് കവർ ചെയ്യാനിരിക്കുമ്പോഴേ എന്താ ഓർക്കണേ പറയാമോ, പണ്ടത്തെ സ്കൂൾ ടൈം ഒക്കെ ഇങ്ങനെ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. പണ്ട് ഇതുപോലെ എൻ്റെ അമ്മ ബുക്ക് കവർ ചെയ്യുന്നതും പിന്നെ കുറേ കഴിഞ്ഞ് നമ്മൾ സ്വയം ബുക്ക് കവർ ചെയ്യാൻ തുടങ്ങും. ഒരു 6th 7th ഒക്കെ എത്തിയപ്പം സ്വയം ആണ് പിന്നെ എല്ലാം കവറിങ്ങും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഭയങ്കര മെമ്മറീസ് ആണ്. എത്ര എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും സ്കൂളിൽ പോകാൻ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണല്ലേ. പുതിയ പുതിയ ബുക്സ്, പുതിയ പുതിയ ബാഗ്. പക്ഷെ 4th ബിയിലായിരുന്നു ഞങ്ങളുടെ എന്താ പറയാ ഹൗസ് ആക്ടിവിറ്റി. ഒരു ഡ്രോയിങ് ബുക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകണം. അപ്പം അത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കുറേ ആക്ടിവിറ്റീസ് ചെയ്യിക്കും. ആ സ്ഥലം 4B. കുറേ നാള് ക്ലാസ് 4B 10 വരെ ബി തന്നെയാണ്. തേജു കുറേ നാൾ കഴിയുമ്പോഴേ തേജുവും ഇതൊക്കെ ഓർത്തു. തേജുവിൻ്റെ കുട്ടികൾക്ക് ബുക്കൊക്കെ റാപ്പ് ചെയ്യുന്ന സമയത്ത് നിനക്ക് ഓർമ്മ വരും. ഓ എനിക്ക് പണ്ട് മമ്മ ഇങ്ങനെ റാപ്പ് ചെയ്ത് തന്നിരുന്നതല്ലേ ഓർമ്മ വരും. അതെന്താ മിണ്ടാതിരുന്നോളെ, എനിക്കിഷ്ടമല്ലേ? എന്നോട് അത്രയൊക്കെ ഇഷ്ടമുള്ളൂ. എല്ലാവരും ഇതുപോലെയാണോ ബുക്ക് കവർ ചെയ്യണമെന്ന് അറിയില്ല. ഓണാണോ ഇത്? ലൈറ്റ് ഓഫ് ചെയ്യും. അതല്ലടാ ആ ലൈറ്റ്. അങ്ങനെ മാത്സ് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സക്സസ്ഫുള്ളി. നോട്ട്ബുക്കിനുള്ളതെന്നല്ല. ഫസ്റ്റ് നമുക്ക് മാത്സ് കൊണ്ടുവരുന്നത് ഫസ്റ്റ് മാത്സ് ബുക്ക് ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുന്നു. എനിക്ക് ഇവിടെ ഒട്ടിക്കാം എല്ലാ സ്ഥലത്തും പാടില്ല. ടെക്സ്റ്റ് ബുക്ക് കറക്റ്റില്ല. ആർക്കൊക്കെയാണ് ടെക്സ്റ്റ് ബുക്ക് ഇഷ്ടം? എനിക്ക് ഏറ്റവും ഇഷ്ടം നോട്ട്ബുക്കാണ് എഴുതാൻ. തേജുവിന് ബുക്ക് കിട്ടിയത് ഏപ്രിലാണ്. ഇത് പഠിച്ചു കഴിയുന്ന സമയം കഴിഞ്ഞു. ഇതുവരെ ഞങ്ങൾ GKയുടെ 2 ചാപ്റ്റർ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി, അതല്ലാതെ ഒന്നും പഠിച്ചിട്ടില്ല. വെക്കേഷൻ ഫുൾ എൻജോയ്മെന്റ്. വെക്കേഷൻ എന്ന് പറയുന്നത് തന്നെ എൻജോയ് ചെയ്യാനാണെന്നാണ് തേജുവിന് പറയുന്നത്. പിന്നെ കുറച്ച് എൻ്റെ ഒരു ഇതിൽ 1-2 ദിവസം മാത്സ് അല്ലേ, കുറച്ച് ആൽഫബറ്റ്സ് ഒക്കെ റിവൈസ് ചെയ്യും. അല്ലാതെ നമ്മളൊന്നും പഠിച്ചിട്ടില്ല. നീ 4th സ്റ്റാൻഡേർഡിൽ പോയി തേജ് ഇങ്ങനെ ഇരിക്കും. ഞാൻ 4th സ്റ്റാൻഡേർഡിലോട്ടല്ല പോകണം. എങ്ങനെ ചേച്ചിരിക്കാം നമ്മുടെ ക്ലാസ്സിൽ? എങ്ങനെ ഒന്ന് കാണിച്ചു? ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ എങ്ങനെ ഇരിക്കുന്ന മാത്സ് ഒക്കെ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കും.
എനിക്ക് ബുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗായ്സ് കുറേ ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യാനിരിക്കുന്നു. കുറച്ച് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ അയ്യോ എനിക്ക് മടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നോട്ട്ബുക്സ് ഉണ്ടല്ലോ, അതിൻ്റെ പ്രത്യേകതകളൊന്നും നോക്കി. സ്റ്റിക്കി നോട്ടാണ് ഗായ്സ്. ഇത് മാത്സ് ബുക്കാണ്. അങ്ങനെ ഓരോന്നിന്റെ ഒരു 3 എണ്ണം മാറ്റി വെച്ചതേക്കും. അത് മാത്രം കവർ ചെയ്യാം, എല്ലാം കവർ ചെയ്യണം. മാത്സ് ബുക്ക് 4 എണ്ണം വെച്ച് കവർ. മാത്സ് ഒന്നും 4 ഒന്നും നിർത്തേണ്ടി വരുന്നില്ല. Guys, what happened to here? What happened to here? Guys, ഇത് നിന്നാണോ അമ്മ? ഇതിന്റെ ചുരുങ്ങി അത് യൂസ് ചെയ്യണ്ട. ഇങ്ങോട്ട് വലിക്കുന്നു. ഇത് യൂസ് ചെയ്യണ്ട. ഇതെന്തിന്റെ? അത് നമുക്ക് നോക്കുന്നു. പറ. ഇതെന്തിന്റെ? മലയാളത്തിൻ്റെ അല്ലേ? അപ്പുറത്തുണ്ടെങ്കിൽ മലയാളമല്ലേ ഹിന്ദി? ഏതാന്ന് പറ. അതറിയില്ല, അത് നമുക്ക് സ്കൂളിൽ പറഞ്ഞിട്ട് എഴുതിയാൽ ഉണ്ടാവുന്നിരിക്കും guys. നോക്കണേ. ഫ്രണ്ട് പേജ് നോക്കിയിട്ട് സ്റ്റിക്കർ ഒട്ടിക്കാവുള്ളൂ. ഇത് കുറച്ച് ഇതാവട്ടെ. അതിൻ്റെ പുസ്തകം ഞാനിപ്പോൾ കവർ ചെയ്യുന്നത് ഹിന്ദിയാണ്. ഇംഗ്ലീഷ്. ഇത് കുറേ CBSE ആണ്. സയൻസ് എല്ലാത്തിൻ്റെ 3 എണ്ണം മതിയേ. 2 എണ്ണം ഉണ്ട് കേട്ടോ. മറ്റേ ലൈബ്രറിയിൽ ഇതില് ഞാൻ ഫ്ലവർ ഇട്ടിരിക്കുന്നത്. പേജു നീ 4th സ്റ്റാൻഡേർഡിലോട്ട് പോകുമ്പോൾ പേജിന്റെ റെസൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ 3rd സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പോൾ നീ ചെയ്ത ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടായിരുന്നു, അങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നിയത് മാറ്റണം. നല്ല കുറച്ച് ഡിസിഷൻസ് ഉണ്ടാവും. പെർഫെക്റ്റ് ആയിരുന്നല്ല. ചിലപ്പോൾ നിന്റെ ക്യാരക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ നിന്റെ പെൻസിലിന്റെ സെലക്ഷൻ ആയിരിക്കാം, അങ്ങനത്തെയൊക്കെ. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ബാഡ് ആയിരുന്നെന്ന് തോന്നിയത് മാറ്റണം. അല്ലാത്തത് അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നാ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? എല്ലാം ഗുഡായി. നീ നിന്നെ തന്നെ അനലൈസ് ചെയ്യണില്ലെന്നാണ് എല്ലാം ഗുഡായിട്ട് ആർക്കും ഇരിക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ചൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു കാണും. അപ്പൊ അത് നമ്മൾ പിന്നീട് അത് റെക്ടിഫൈ ചെയ്യണം. അതെന്താ? കൊച്ചിനെ കുറിച്ചാ. കൊച്ച് ഫ്രണ്ടായിരുന്നു. പക്ഷെ അവർക്ക് നല്ലൊരു ജാടയുണ്ട്. അപ്പൊ തേജുവിന് എന്ത് തോന്നും ആ ജാട കാണുമ്പോ? അതായത് എനിക്ക് ഇഷ്ടാവൂല. അപ്പൊ നീ അതുപോലെ ജാട കാണിച്ചാ ഞാൻ ജാടയൊന്നും കാണിക്കൂലായിരുന്നു. പറയും വേണ്ട പറയും. ഓക്കെ, ഞാൻ കൊറേ ട്രൈ ചെയ്തു. പിന്നെ അല്ലാണ്ട് ഞാൻ നമുക്ക് വാല്യൂ ഇല്ലാത്ത റിലേഷൻഷിപ്പ് നമ്മൾ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നിന്നെ ഇഷ്ടപ്പെടണ, നിനക്ക് ഇഷ്ടപ്പെടുന്നവരെ നീ ഫ്രണ്ട് ആക്കണം. അല്ലാണ്ട് അവരുടെ പുറകെ നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നീ 4th സ്റ്റാൻഡേർഡിൽ ആ കുട്ടീനെ കട്ട് ചെയ്യും. ശരിയാണോ? അങ്ങനെ നല്ല നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്ത് നീ ഒരു 8th സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോൾ നിനക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടും. മനസ്സിലായോ? പേര് പറയാം. സ്കൂള് തുറന്ന ഒരു ജൂൺ ജൂലൈ ആകുമ്പോൾ ഒരു ഫെസ്റ്റ് ഉണ്ടല്ലോ, മ്യൂസിക് ഒക്കെ ആയിട്ട് എല്ലാം പഠിച്ച അത് ഭവൻസ് ഫെസ്റ്റ്. ഞാൻ പറഞ്ഞത് അതല്ല, അതല്ലാണ്ട് ഒരു കോമ്പറ്റീഷൻ ഇല്ല. മ്യൂസിക് റെസിറ്റേഷൻ, സ്പീച്ചൊക്കെ അതൊന്നും പോയി. അതൊക്കെ ഗീതാ ചാൻഡിങ് ഓർക്കണില്ലേ കുട്ടി? ഒരു പാട്ട് പാടി.
Okay, ഒരു കണക്കിന് ഞങ്ങൾ ഇത്രയും ബുക്ക് പൊതിഞ്ഞിരിക്കുന്നു. ഇനി ബാലൻസ് ഒരു 4 നോട്ട്ബുക്ക് ഉണ്ട്. പിന്നെ ഒരു റോള് കംപ്ലീറ്റ് തീർന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിന് നെക്സ്റ്റ് ഡേ ബാക്കി ചെയ്യാം അല്ലേ? ഒരു റോള് ഇത് തേജുകുട്ടിയുടെ ഹോളിസ്റ്റിക് പ്രോഗ്രസ് റിപ്പോർട്ടാണ് കഴിഞ്ഞ വർഷത്തെ. തേജു മിടുക്കിയാണ് എന്ന് കാണിക്കുന്ന ബുക്ക് ഉണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഫുൾ A+, 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 A+. ഫുൾ A+. തേജു കണ്ടില്ല. ഇത് ഭവൻ സ്കോളർഷിപ്പ് എക്സാമിനേഷൻ എഴുതിയത്. പിന്നെ റോബോട്ടിക്സ് ലാബിൻ്റെ നീ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇല്ല, ഇത് ആദ്യം ഫസ്റ്റ് ടേമിലേ, മിഡ് ടേമില്ലേ, ലാസ്റ്റ് ടേം മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് വൺ താഴത്തോട്ട്. അവിടെ ബി എഴുതിയിട്ടുണ്ട് മിഡ് ടേമിൽ. അതെന്തിനാ? മാർക്ക് കുറവായിരുന്നോ? അപ്പം ഞങ്ങൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനി നെക്സ്റ്റ് ഡേ ഇത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ സ്കൂളിൽ പോകുന്ന തേജിനെ പോലെയുള്ള എല്ലാ സ്കൂൾ കുട്ടികൾക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ. അടിപൊളിയായിട്ട് പഠിക്കുക, ഡു ഗുഡ് തിങ്സ്. കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലെല്ലാം നല്ലപോലെ അടിപൊളിയായിട്ട് അടുത്ത അക്കാഡമിക് ഇയർ എല്ലാ കുട്ടികൾക്കും എന്താ പറയണ അടിപൊളിയായിരിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. രണ്ടുപേരും, ഞങ്ങൾ രണ്ടാളും കേട്ടോ. സോ ഓക്കെ, ബൈ ബൈ. ഇത് അലമാരയിലോട്ട് ഇത് കിരിയുണ്ടോ? അതുപോലെ അതാണ് ഞങ്ങൾക്ക് നോട്ട്ബുക്ക് കുറവാണല്ലോ. എത്ര ബുക്കിനും കവർ ചെയ്യാൻ കിടക്കും.